എല്ലാരും ഇരിക്കെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അല്ല ഏട്ടാ, എല്ലാം പറഞ്ഞ് തീരുമാനിച്ചില്ലേ? അവസാനം നിങ്ങളുടെ അനിയൻ ശേഖരനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. ആണുങ്ങളാരില്ലാത്ത വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചിട്ട് സ്വത്തിന് മാത്രമല്ല രാഷ്ട്രീയത്തിലും പിൻഗാമിയായിന്ന് ജനങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ? സ്വന്തം ജാതിയിലുള്ളവരെ മാറ്റി നിർത്തി അനിയനെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? വേണ്ട ഏട്ടാ. പിന്നെ പറയാതിരിക്കോ? നേതാവിന്റെ മോളെ തന്നെ പറ്റിച്ച് കല്യാണം കഴിച്ചു, പുള്ളീനെ രോഗിയായിട്ട് ഹോസ്പിറ്റലാക്കി, എന്നിട്ട് നീ നേതാവുമായി. നീ ആള് സംഭവം തന്നെ. അതെ അനിയ, ഓടിട്ട വീടാണെങ്കിൽ ചൂട് കൂടുതലായിരിക്കും, മേഞ്ഞ വീടാണെങ്കിൽ മഴ പെയ്താ ചോരും എന്ന് വെച്ച് വീട് മാറ്റി വെക്കാൻ പറ്റുമോ? അനിയൻ തന്നെയാണ് കാൻഡിഡേറ്റ്. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ പിന്നെ ഞാനെന്താ ചെയ്യാ? നമ്മുടെ കൂടെ ആരെല്ലാം ഉണ്ടാവുമെന്ന് തീരുമാനിച്ചോ? നമ്മുടെ ജാതിക്കാർ ആർക്ക് വോട്ട് ചെയ്യുന്നു അവരാണല്ലോ ജയിക്കുന്ന കക്ഷി. കണ്ടറിഞ്ഞ് ചെയ്താൽ ജനങ്ങൾ അതനുസരിച്ച് ചെയ്തോളൂ. ശരി, എല്ലാവരും ചേർന്ന് എൻ്റെ അനിയൻ്റെ പേരാണല്ലോ തീരുമാനിച്ചത്. ഒരൊറ്റ വോട്ട് പോലും പുറത്തു പോകാൻ പാടില്ല. അതിന് നമ്മൾ ഒന്നായിരിക്കണം. നമ്മുടെ ജാതിയിലുള്ളവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും, നമ്മുടെ ജീവൻ കൊടുത്തായാലും നമ്മളവരെ രക്ഷിക്കണം. അത്രയും പറഞ്ഞാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. നമസ്കാരം. 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 ശക്തന നമസ്കാരം. കണ്ടിട്ട് കുറേ ആയല്ലോ. അതെ അതെ, ശരിയാ. ഷൺമുഖ ചേട്ടാ, പോയി സിഗരറ്റ് വാങ്ങിട്ട് വാ. ഇപ്പൊ വരാം ചേട്ടാ. സത്യേട്ടാ, എന്താ മോനെ? രാജന്റെ കേസ് എന്തായി? അത് നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം അവനെ കണ്ട ജാമ്യത്തിനുള്ള സുഖാണോ അമ്മേ? ആ, നീ സുഖായിരിക്കുന്നോ? ഏയ്, ഞാൻ പോന്നേ. പോട്ടെ അമ്മേ. ശരി മോളെ. ദിവസങ്ങൾ കഴിയും തോറും ഇവിടെ സുന്ദരിയായിട്ട് വരാണല്ലോ. ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇഷ്ടപ്പെട്ട ഒരു കൈ നോക്കാം. മിണ്ടായിരിക്കടാ, ഇവള് നമ്മുടെ ജാതിയിലുള്ള പെണ്ണ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയല്ലേ. എന്തു പറയരുതെന്ന്? ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. നമ്മുടെ ഷൺമുഖത്തിന് അവള് നന്നായിട്ട് ചേരും. ചേട്ടന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവനല്ലേ, അങ്ങ് കെട്ടിച്ചു കൊടുത്തേക്ക്. നാട്ടുകാരുടെ മുമ്പിൽ അവന്റെ ഭാര്യ, ചേട്ടനൊരു വെപ്പാട്ടി. നീ എന്താ പറഞ്ഞു വരുന്നത്? മോനെ, അണ്ടാവിലുണ്ടെങ്കിൽ വെള്ളം, അത് അമ്പലത്തിൽ നിന്ന് കിട്ടിയാ തീർത്ഥം. വീട്ടിലെ അടുപ്പിലാണെങ്കിൽ ചാമ്പല്, അമ്പലത്തിലാണെങ്കിൽ ഭസ്മം. എല്ലാം ശരിയാ, പക്ഷെ അവൻ അതിന് സമ്മതിക്കുവോ? നിങ്ങൾ പറയുന്നേക്കെ അവൻ കേക്കുവോ? ചേട്ടന്റെ കാൽച്ചോട്ടി കിടക്കുന്നവനവൻ. എനിക്ക് വിശ്വാസമില്ല. നിന്നെ ആർക്കെങ്കിലും വെട്ടാൻ പറ്റും? എന്ത്? എന്നെ ആരെങ്കിലും വെട്ടുവന്നോ? നേതാവ് എന്താ ഈ പറയുന്നേ? ചേട്ടാ, സിഗരറ്റ്. ഷൺമുഖ, ഇവനെ വെട്ടറാ. ശരിയാണ്. ഷൺമുഖ, വിട്ടേക്കടാ. ഇപ്പൊ മനസ്സിലായില്ലേ ഇവനെ? മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ വിശ്വാസായോ? ആ വാലെടുത്ത് വെക്കടാ. ചേട്ടാ, ആ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ആ പെണ്ണ് വേറെ ജാതിയുള്ളവരത്തിനെ പ്രേമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ കാര്യങ്ങൾ എളുപ്പമായി. അവളുടെ അച്ഛനോട് മണ്ഡപത്തിലേക്ക് വരാൻ പറ. ദേ നോക്ക്, നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ എന്റെ പുറകെ ഇങ്ങനെ വരരുത്. എന്താണേലും അച്ഛനോട് സംസാരിക്കും. നിന്റെ അച്ഛൻ സമ്മതം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ബാക്കി ചടങ്ങുകൾ നോക്കണ്ടേ? എന്റെ അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കൂ. പോ, എന്നാലും തന്നെ ഞാനേ കേട്ടു. എന്റെ മോൾ ആഗ്രഹിച്ചു പോയി. ആ ചെക്കന് നല്ല ചെക്കൻ തന്നെയാ. ഇക്കാലത്ത് ആരാ ജാതി നോക്കുന്നത്? നിങ്ങക്ക് കാണത്തില്ല, പക്ഷെ അങ്ങനൊന്നും അല്ല സമുദായത്തില്. ഞങ്ങൾ എല്ലാവരുടെയും കണക്കെടുത്തിട്ട് ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, എന്റെ മോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടാ നല്ലത്. ചേട്ടൻ ആവശ്യമുള്ളതൊക്കെ അങ്ങ് ചെയ്തു തരും. മനസ്സിലായല്ലോ? മനസ്സിലായില്ല ചേട്ടാ. സമ്മതിച്ച പണം പദവിയൊക്കെ പുറകെ വരും. നോക്കിയേട്ടാ, നിങ്ങളുടെ മോളെ വേറൊരു ജാതിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലേ ഈ കാരണം കൊണ്ട് പിന്നെ എല്ലാ അവന്മാരും അങ്ങ് കെട്ടും.
പിന്നെ നമ്മുടെ ജാതിക്ക് എന്ത് മര്യാദയാ ഉള്ളത്? അതുകൊണ്ടാ ഞാൻ പറയുന്നത് ചേട്ടന്റെ മോളെ നമ്മുടെ ജാതിക്കാരനെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന്. ആർക്കാ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്? എന്റെ അനിയനെ പോലെ ഞാൻ കരുതുന്ന ഇവന്. ഇവനോ? അവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അനിയനായിരിക്കാം. അവൻ കൂലിപ്പണി എടുക്കുന്നവനല്ലേ? അതിനിപ്പോ എന്താ കുഴപ്പം? കല്യാണം കഴിഞ്ഞിട്ട് നല്ലൊരു ജോലി കൊടുത്താൽ പോരെ? തനിക്കും പിന്നെ തന്റെ കുടുംബത്തിനുള്ളത് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്തേക്കാം. ശരി, എന്നാ നിങ്ങൾക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്യാം. നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. നിങ്ങളെ മോളോട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിച്ചാ മതിയെന്നേ. ഞാൻ വെള്ളമടിച്ചിട്ട് പറയണമെന്ന് കരുതരുത്. സത്യം ചെയ്ത് പറയുക, എന്റെ മോള് ജാതിയുടെ പേര് നശിപ്പിക്കില്ല. എന്നെ വിശ്വസിക്കേ. നീ കാരണം നമ്മുടെ ജാതിക്ക് കളങ്കം ഉണ്ടാവില്ലെന്നും ഞാൻ പറയുന്നത് നീ അനുസരിക്കുമെന്നും ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരിക്കുക. ഞാനിനി ജീവിച്ചിരിക്കുന്നതും മരിക്കുന്നതും നിന്റെ മറുപടിയിലാ ഉള്ളത്. ഞാൻ നിന്റെ കൂടെ ഉണ്ടാവണോ തൂങ്ങി മരിക്കണോന്ന് നീ തന്നെ തീരുമാനിക്കും. അല്ല, ട്രിച്ചിക്ക് ഒരുപാട് ബസ്സുള്ള ഈ സമയത്ത് എന്തിനാ ഈ ലാറിൽ വരുന്നത്? ബസ് നമ്മൾ പറയുന്ന സ്ഥലത്തൊന്നും നിർത്തില്ല. എല്ലാം ഒരു കാരണമുണ്ട്. അതിരിക്കട്ടെ, 2 സ്മോൾ അടിച്ചോട്ടെ. സ്മോളോ? വേണമെങ്കിൽ ചേട്ടനൊരു കട്ടിങ് തരാം. എന്നാ ഓക്കെ ഓക്കെ മോനെ. നമുക്ക് ഈ ചെറുതൊന്നും അങ്ങനെ ശരിയാവില്ല. ചുരുങ്ങിയതൊരു ക്വാർട്ടറെങ്കിലും വേണം. ശരി ചേട്ടാ, ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടോ അവിടെ? അവിടെ നോക്ക്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും. അതിൻ്റെ പിന്നിൽ അച്ചാറുണ്ടാവും, വെളുത്തുള്ളി അച്ചാർ. അത് എടുത്തോ, നല്ല കോമ്പിനേഷനാ. അനിയ ഒഴുക്കും ഒട്ടും കുറയ്ക്കണ്ട. കഴിച്ചിട്ട് 2-3 ദിവസമായി. ചേട്ടാ ഇത് പിടിക്കേ, കണ്ട അടിക്കാണ്ട്. അങ്ങനെ തിരക്കൂട്ടില്ലടാ, വണ്ടി ഓടിച്ചോണ്ടിരിക്കല്ലേ. വെള്ളമൊക്കെ വെച്ചിട്ടില്ലല്ലോ അല്ലേ? കുടിക്കേ. ആ, ഈ റൂട്ടിൽ എത്ര വർഷമായിട്ടാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്? ഏകദേശം ഒരു 6 വർഷത്തോളായിട്ടുണ്ടാവും. എന്താ ചോദിച്ചേ? എല്ലാം ഒരു കാരണമുണ്ട്. എല്ലാത്തിനും നിനക്കൊരു ഉത്തരവുണ്ടല്ലോ. ശരി, ഇതാ അവിടെ ടോർച്ച് ലൈറ്റിന്റെ വെളിച്ചം കാണുന്നില്ലേ? അവിടെ മെല്ലെ വണ്ടി ഒന്ന് സ്ലോ ആയിക്കോ. ഓ അത് ശരി, അപ്പൊ അതായിരുന്നു ആവശ്യല്ലേ? ചേട്ടനല്ലേ കാരണം ചോദിച്ചേ. എല്ലാം ഈ കാരണം തന്നെ. ഇതിനു വേണ്ടിയാണ് ഹൈവേയിൽ ലോറിയിൽ വരുന്നത്. ഇപ്പൊ മനസ്സിലായി. ഇതാ കണ്ടില്ലേ, മുഖത്തേക്ക് ടോർച്ച് അടിച്ചുകൊണ്ട് റൈറ്റ് പറയുന്നത് കണ്ടില്ലേ? 2 പേരിൽ കാണിച്ച് 200 രൂപ എന്നാ പറയുന്നത്. അതൊക്കെ ഓക്കെയാണ്. ചേട്ടൻ വണ്ടി നിർത്ത്. ഓ ഇവന്റെ ഒക്കെ ഒരു കാര്യം. അത് ശരി, ചേട്ടൻ വരുന്നില്ലേ? അനിയാ, ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ? ഞാൻ സ്ഥിരം വണ്ടി നിർത്തുന്ന സ്ഥലമല്ലേ ഇത്. നമുക്ക് ഈ ആദ്യത്തൊന്നും ശരിയാവില്ല. ആ 3ാമത് നിൽക്കുന്ന ആളെ കണ്ടോ? അതാണ് നമ്മുടെ സ്ഥിരം പാർട്ടി. അത് ഭയങ്കര ഡിമ്മാണല്ലോ. മൊത്തത്തിൽ കൊള്ളാം. ഒന്നും കൂടെ ഒന്ന് നോക്കാം. പോയാലോ? ഞാൻ നിന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. ഒരു പെണ്ണിനെ നന്നായിട്ട് അനുഭവിച്ചാണ് അറിയേണ്ടത്, അല്ലാതെ അന്വേഷണം നടത്താൻ പാടില്ല. വാ. തത്വം പറച്ചിലൊന്നും ഒരു കുറവുമില്ല. ഒന്ന് പോന്നേ, കുറെ പ്രാവശ്യം ഈ അഴക് കണ്ടതല്ലേ, പിന്നെന്താ? ഇതൊക്കെ എത്ര കണ്ടാലങ്ങ് മതിയാവോ? അല്ല, തന്റെ പേരെന്തെന്നാ പറഞ്ഞ? പുലി. പുളിയെന്നോ? കുരുകളഞ്ഞ പുളിയാണോ അല്ലെങ്കിൽ കുരുള്ള പുളിയാണോ? തമാശ. പുലിപ്പാണ്ടി. പുലിപ്പാണ്ടി. എങ്ങനെയാ പുലി പായുന്നേന്ന് നമുക്ക് നോക്കാം. ഏയ്, എന്താ വന്നുടനെ കിടക്കണ്? ഇതിനൊക്കെ ഒരു മൂഡ് വരണ്ടേ? പിന്നെ താൻ തരുന്ന ഈ 200 രൂപയ്ക്ക് ഞാനിനി തന്നെ മൂടും ചൂടും ആക്കാം. തനിക്ക് മൂടാവണമെന്നുണ്ടെങ്കിൽ തന്റെ ഭാര്യനെ വിളിച്ചിട്ട് വല്ല ഊട്ടിക്കോ കൊടൈക്കനാലിലോ പോയി റൂം എടുത്തിട്ട് മൂടാക്കാൻ നോക്ക്. സമയമായി, എനിക്ക് വേറെ പാർട്ടി അറ്റൻഡ് ചെയ്യാനുള്ളതാ. ഇത്രയും തിരക്ക് പിടിക്കണം, പെട്ടെന്ന് പറഞ്ഞയക്കോ. നിക്കടോ. ഏയ്, നീയല്ലേ ചോദിച്ചേ പുലി എങ്ങനെ പായണേന്ന്? അതുകൊണ്ട് ചക്കക്കൂട്ടാൻ കണ്ട ഗ്രഹണ പിള്ളേരെ പോലെയാണോ? എന്നാ ഇത് വെച്ചോ, ഒരു സേഫ്റ്റിക്ക്. ഇതെന്തോന്ന് ഒരെണ്ണം മാത്രം? 2 എണ്ണം കൊണ്ടാ? സ്റ്റീൽ ബോഡി അല്ലേ? ഡോ,
ഇത് കപ്പലണ്ടി മുട്ടായി അല്ല, കോണ്ടമാണ്. ശരി ശരി, ഒന്നങ്ങോട്ട് തിരിഞ്ഞിരുന്നോ. ഈ കോണ്ട എന്താ സർക്കാർ ഹോസ്പിറ്റലിൽ നിന്നാണോ വാങ്ങിച്ചേ? മര്യാദക്ക് ഇടട്ടോ. എന്നാ പിന്നെ നീ തന്നെ വന്ന് ഇട്ടോ, പഠിപ്പിക്കാൻ വരുന്നവള്. ഡോ, നഖം കൊണ്ട് മാന്തല്ലേ. നല്ല പോലെ കെട്ടിപ്പിടിക്കേ. എന്നാ 500 രൂപ തരാൻ പറ്റോ? നീ ആദ്യം കമ്പനി താക്ക തരാൻ ഞാൻ. ചേച്ചി എനിക്കൊരു പെഗ് വേണം. ദാ കുടിക്ക്. എന്നാ അച്ഛാ. ചേച്ചി പുകഞ്ഞിട്ട് പാടില്ല, എനിക്കെന്താ? എന്താ എന്താടി? ആ ഒന്നും പറയണ്ട. മാന്തി വിട്ടോ? ആ നീർന്നല്ലോ, കൈ പിടിച്ച് മാന്തി വെച്ചിരിക്കോ. നോക്ക്. ഇനിയൊരു ഗ്ലാസ് എന്താ? ഇതിനേലും ഭേദം ബോംബെ റെഡ് ലൈറ്റാ. ബ്ലൗസും വലിച്ചു കീറി. ആ വെറു പിടിച്ചവൻ അമുക്കും എന്റെ കൈയും പോയി. എന്റെ ഈശ്വര, എന്തു പറയാനാ. എടി തന്നെ, അവിടെ എന്താ ശബ്ദം? വന്ന പണി വിട്ടിട്ട് അവൻ എന്നെ കടിക്കുന്നു. എന്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നേ? ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് ഉറങ്ങാൻ വേണ്ടിയല്ല ഞാൻ പാടിയത്, നീ ഉറങ്ങാതിരിക്കാനാ ഞാൻ പാടിയത്. അല്ല, ഇവിടെ എത്രയോ പെണ്ണുങ്ങളില്ലേ, എന്തിനാ എന്റെ അടുത്ത് തന്നെ വരുന്നേ? അത് എന്താ കാര്യം എനിക്കറിയില്ല. നിന്നെ കണ്ടാ പിന്നെ അങ്ങനെയാ. എന്താ പായും തലേണൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പിലാണല്ലോ. ഇതൊക്കെ നിനക്ക് വേണ്ടിയല്ലേ? അല്ല, ഇങ്ങനെ കഥയും പറഞ്ഞിരുന്നാ മതിയോ? പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ഇപ്പോ ശരീരങ്ങളല്ലേ സംസാരിക്കേണ്ടത്. എന്നാ പിന്നെ കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ അല്ലേ?